എന്താ? ബാബയെ ഒന്ന് കാണണം. എന്താ പേര്? ദേവകിയമ്മ. ഓ, വരൂ. ഹലോ. ആ, പറയാം. കബീർ ഭായ്. ഓ, കറണ്ട് ബില്ല് അടച്ച് നെല്ല് കുത്തിച്ചത് മില്ലിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ. അതല്ല, ഒരു പരാതിക്കാരി വന്നിട്ടുണ്ട്. ഓ, പറയാ. ആ, മുറിയിലില്ല. ഇല്ലേ? എത്തിമക്കൾക്ക് ചോറ് കൊടുക്കണടത്തുണ്ട്. ഓ, ഒന്നങ്ങോട്ട്. മൊയ്തീനെ, ബാബ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങോട്ട് അറിഞ്ഞൂടാ, ചിലപ്പോ സെക്കന്ദറിന്റെ അടുത്തുണ്ടാവും. കഴിച്ചോളി കഴിച്ചോളി കഴിച്ചോളി. സിക്കന്ദറേ, എടോ സിക്കന്ദറേ, ഇതിന്റെ പേര് മാറ്റിയോ? അബൂട്ടി, ബാബ ഇങ്ങോട്ട് വന്നോന്ന്. കുട്ടികളെ പേരിടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഇനിയിപ്പൊ അവിടെ എത്തുമ്പോഴേക്കും അസറ് ബാങ്കിന്റെ നേരാവുമല്ലോ. ബാബ പേരിയല്ലേ വിളിച്ച ആയുസ് കൂടുന്നല്ലേ? എന്തേ സംശയോ? അല്ലെങ്കിൽ അന്റെ സ്വഭാവം വെച്ച് ഇവിടം വരെ എത്തുവോ? മതി 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 മതി. ബായ്, ഒരു 500 റുപ്യ. 500 മാസപ്പടിപ്പറ്റ് കൂടി കൂടി വരുന്നുണ്ടല്ലോ സുലൈമാനെ. എന്റെ മാമാടെ മുതൽ ഞാൻ ചെലവാക്കണേ തനിക്കെന്താ? കാര്യസ്ഥം കണക്കെഴുതിയാ മതി. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇങ്ങനെതാണ്. ഇന്നിനി എപ്പോഴാ വരാ? ഇവനെ പേരിട്ട് പോറ്റി വളർത്തി പെണ്ണ് കെട്ടിച്ച നേരത്ത് ബാബി ഒരു ആട്ടുംകുട്ടീനെ വളർത്തിയിരുന്നെങ്കിൽ ഇറച്ചിക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുമായിരുന്നു. ഇബ്രാഹിം, അക്ബർ, റബ്ബില്ലാലമീനായ തമ്പുരാനെ, ഈ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്തു കാക്കണേ. പരാതിയായിട്ട് ഒരാള് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് വിട്ടാ മതി. ആ, പിന്നെ ഊണ് കഴിഞ്ഞു പോകുമ്പോ ഒരു 500 ഉറുപ്പി. എന്റെ ഒരേ ഒരു പേരക്കുട്ടിയാ. 16 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾക്ക്. SSLC A ക്ലാസ്സിൽ പാസ്സായ കുട്ടിയാ. പുതിയ യൂണിഫോമും ചെരുപ്പും കൊടയും ബാഗും ഒക്കെ ആയിട്ട് തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോയതാ. തിരിച്ചു വരുമ്പോ കടിച്ചു കൊതറി കളഞ്ഞില്ലേ എന്റെ കുട്ടിയെ. ചോരയിൽ കുളിച്ച അവളുടെ ശരീരം കണ്ട് കുഴഞ്ഞു വീണതാ എന്റെ മകനും മരുമകളും. ഇപ്പോഴും കിടന്ന കിടപ്പ. പോലീസിന് പരാതി കൊടുത്തില്ലേ? കൊടുക്കാൻ സമ്മതിച്ചില്ല. 50,000 രൂപയും കൊണ്ട് മധ്യസ്ഥത്തിന് വന്നത് പോലീസുകാരാ. DYSP അനിരുദ്ധൻ സാറിന്റെ മകനാ ആള്. പരാതി കൊടുത്താൽ ഞങ്ങളെ ഉടലോടെ കത്തിച്ചു കളയുന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ചെന്നായിന്റെ പേര്? സായിറാം. യാറബേ, ഒരു സൂഫിന്റെ പേരും വെച്ചിട്ട് എങ്ങനാ ഇവനൊക്കെ? നേർച്ചയും കാഴ്ചയും വെച്ച് കിട്ടിയതാ. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പൊന്നു മോക്ക് വായിക്കരിയേണ്ടി വന്നു. കബീറെ, ഓ, സിക്കന്ദറിനെ വിളിക്കേ.
സർ പുറത്ത് രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു. ആരാ? കാസിം ബാബയുടെ ആൾക്കാരാ. പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇവിടെ നിന്നങ്ങ് പറഞ്ഞാൽ മതി. കഴിവറ മോനെ, നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാടാ. ബാബയുടെ ഭരണം അങ്ങ് ഹാർബറി മതി എന്ന് പറഞ്ഞേക്ക്. DYSP അനിരുദ്ധിനോട് വേണ്ട. എന്റെ മോനെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ വളർത്തണമെന്നും ഞാൻ തീരുമാനിച്ചോളാം. അല്ല സാറേ, ഞാൻ നീ എന്നോടൊന്നും പറയണ്ട. ബാബയോട് പോയി പറഞ്ഞാൽ മതി. എന്നോട് കളിച്ച ഒക്കത്തിനും തൂക്കെടുത്ത് അകത്തും ഞാൻ. മറ്റടുത്ത ഒരു ബാബ. ഓടാ. ഹലോ, റസൂലേ, Hey, honey, you're looking cute. Come on, baby. നെറ്റി മണ്ണി കുത്തി പടച്ചോനോട് ദുവാരക്കണം പന്നി. 1000 പെമ്പിള്ളേരെ നീ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ?